ഹേയ് ഗായ്സ്, നമ്മുടെ സോണിയുടെ സബ് വൂഫർ ഇതാ അഴുക്കും പൊടിയും പിടിച്ചിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ചുണ്ടൊക്കെ കണ്ടോ, ഒരുമാതിരി MDMA ഒക്കെ ചുണ്ടി തേച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഇത്ര നാളായിട്ട് ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തു പോയ വീഡിയോ ആണ് ഇത്. ഓക്കെ, നിൽക്കാൻ വയ്യ. ഹേയ് ഹലോ ഗൈസ്, വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ആക്ഷൻ ഡ്യൂഡിന്റെ വീട്ടിന്റെ അകത്തുള്ള ഹോം തിയേറ്ററിലെ യൂസ് ചെയ്യുന്ന സ്പീക്കറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ അതാണ്. ഞങ്ങൾ 2 വർഷമായിട്ട് യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പഴയ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടായിരുന്നു, അതായത് സെബ്രോണിക്സിന്റെ സൗണ്ട് ബാർ. അത് ഇതുപോലെ 2 വർഷം യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും നമ്മുടെ സോണിയുടെ സൗണ്ട് ബാറിന്റെ 2 വർഷം യൂസ് ചെയ്തതിന്റെ 2 വർഷം എല്ലാം തോന്നുന്നു, ഒരു 1.5 കൊല്ലമായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ 1.5 കൊല്ലമായിട്ട് യൂസ് ചെയ്തതിന്റെ യൂസ്ഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അതിന്റെ കൂടെ ഇപ്പോഴും ഈ സ്പീക്കറിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ യൂസ് ആവും. എന്നിട്ട് എന്റെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, എന്നിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ഇപ്പോഴേ പറയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ റൂമിൽ യൂസ് ചെയ്യുന്ന ഹോം തിയേറ്റർ സിസ്റ്റം. ഇത് സോണി ബ്രാൻഡിന്റെ ആണ്. HTS 500 RF ആണ് ഇതിന്റെ മോഡൽ പേര് വരുന്നത്. പിന്നെ മൊത്തം ഇതിന്റെ ഡിസൈൻ കണ്ടില്ല, ഒറ്റ നോട്ടത്തിൽ നോക്കിയ ഒരു ക്ലാസിക് ഡിസൈൻ ആണ്. ഈ സോണിയുടെ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന പഴയ സ്പീക്കർ സിസ്റ്റം ഉണ്ടല്ലോ, ഹോം തിയേറ്റർ സിസ്റ്റം, അത് കുറച്ചുകൂടെ ഹെവിയാണ് കാണാൻ. പക്ഷെ ഇപ്പോൾ വന്ന് ഇപ്പോൾ മൊത്തം ഈ കമ്പനികളെല്ലാം ഇറക്കുന്നത് മൊത്തം സൗണ്ട് ബാർ രൂപത്തിലാണ്, ഈ ഡിസൈനിലാണ്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെയാണ് സൗണ്ട് ബാറുകളൊക്കെ വന്നു തുടങ്ങിയത്. സോണിയും അവരുടെ സൗണ്ട് ബാറുകൾ ഇറക്കി. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന വെച്ചാൽ ഇതൊരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. കാരണം ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 40,000 രൂപ അടുപ്പിച്ചാണ് ഇതിൻ്റെ വില വന്നത്. ഞങ്ങളിത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ വില ഒരു 35 രൂപ കണ്ടായിരുന്നു. ഓക്കെ, ഇച്ചിരി കുറച്ച് പഴയ മോഡലാണിത്. ഇനിയിപ്പോൾ സോണിയുടെ ഒരു പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, സോണി ബ്രാവിയ ഡോൾബി അറ്റ്മോസ് സൗണ്ട് ബാർ. ഇത് അടിപൊളി സാധനമാണ്, കിടിലൻ സാധനമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കോസ്റ്റ്ലിയാണ്, ഒരു 50,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ സാധനം അടിപൊളിയാണ്. ഞാൻ ഇതായിട്ട് യൂസ് ചെയ്തിട്ടില്ല, റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ഈ പ്രൈസിൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. 2 വർഷം അടുപ്പിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പോകത്തില്ല. നമ്മുടേതായ സ്റ്റൈല് ഇതിനങ്ങോട്ട് ഓണാക്കി സൗണ്ടൊക്കെ ഓണാക്കിയിട്ട് ഉള്ളൊരു പരിപാടിയുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടയ്ക്കൊക്കെ ആയിരിക്കും. നമ്മുടെ വീഡിയോയിൽ എല്ലാം പരിപാടിയാണ്. നിങ്ങൾക്കറിയോ, എനിക്കെന്ന് വെച്ചാൽ ഈ സ്പീക്കർ സൗണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കമ്പമാണ് അതിലുള്ള. പിന്നെ പണ്ടൊക്കെയാണ് എനിക്ക് ഇതിന്റെ പ്രാന്തായിരുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതുമല്ല, ഇതൊന്നും അല്ല, ഇതിന് വലിയ സിസ്റ്റം ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്കൊരു അനിയനും ഉണ്ട്. അപ്പോൾ അവനെന്ന് വെച്ചാൽ അവൻ ഭയങ്കര സൗണ്ടിന്റെ പ്രാന്തിനാണ്. അവൻ ഇവിടെ നമ്മുടെ ഹോം തിയേറ്ററിലൊക്കെ സൗണ്ടൊക്കെ ഏറ്റവും കൂട്ടി വെച്ചാണ് പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇതിന്റെ സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് അടിപൊളി സൗണ്ടാണ്. പാട്ട് കേൾക്കാൻ ഞങ്ങൾ കൂടുതൽ യൂട്യൂബിനകത്ത് ഇപ്പം അനിരുദ്ധിന്റെ ഇപ്പോൾ കൂലിയുടെ കുറേ ആൽബം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അനിരുദ്ധിന്റെ പാട്ട് നിങ്ങൾക്ക് അറിയോ, നമ്മൾ കുറച്ചേരൊന്ന് കേട്ട് കഴിഞ്ഞ് കുറേ കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം വരും. അതുപോലെ ഇപ്പോൾ കൂലിയുടെ ആൽബംസിലുള്ള കുറേ 2-3 മ്യൂസിക്കൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇത് ഇട്ട് കേൾക്കുന്നുണ്ട്, അതിന് സൗണ്ട് ഏറ്റവും കൂട്ടി വെച്ച്. എന്നുവെച്ചാൽ നമ്മൾ ഈ റൂമിൽ ചെറിയ സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വലിയതായിട്ട് സൗണ്ട് വെളിയിൽ പോകത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മുടെ ഇതിനകത്ത് നിൽക്കും സൗണ്ടൊക്കെ. അതുപോലെ ഈ സ്പീക്കറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും സൗണ്ട് കൂട്ടിയിട്ടാലും ഭയങ്കര കരകരപ്പ് സൗണ്ടോ അങ്ങനെയൊന്നും വരത്തില്ല. നല്ല ക്ലാരിറ്റി. സോണി ഇല്ലേ ഗൈസ്, സോണിയുടെ സൗണ്ട് സിഗ്നേച്ചർ അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സൗണ്ട് ക്വാളിറ്റി സൂപ്പറാണ്. ഇത് ഒരു പഴയ മോഡലാണ്. ഇത് കണ്ട ക്ലാസിക് ഡിസൈൻ ആണെന്ന് വെച്ചാലും കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രീമിയം പ്രോഡക്റ്റ് ആണിത്. ഓക്കെ, എന്ന് വെച്ചാൽ പിന്നെ അത്യാവശ്യം വിലയുള്ള സാധനമാണിത് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ. പിന്നെ ഡിസൈൻ അത്യാവശ്യം നല്ല മെറ്റാലിക് ഡിസൈനാണ്. പിന്നെ ഇത് മെറ്റാലിക് അല്ല, ഇവിടെ തടി വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ പിന്നെ ഇതിന്റെ സൗണ്ട് ബാറിന്റെ ഗ്രില്ല്. പിന്നെ ഇത് 2 അല്ല, ഇതിന്റെ കൂടെ 2 സ്പീക്കറും കൂടി വരുന്നുണ്ട്, സറൗണ്ട് സ്പീക്കർ. അത് ഞങ്ങൾ അവിടെ ആണി അടിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അതിന്റെ വയറിങ്ങിന് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വെച്ചില്ല. ഇപ്പോൾ ഇത് 2 ചുമ്മാ ഡിസ്പ്ലേക്ക്, നമ്മുടെ വീഡിയോക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 സുഖമായിട്ട് അത് അവിടെ ഇരുന്നായിരുന്നു, അതിനെ പിടിച്ചിപ്പോൾ ഇവിടെ ഇരുത്തി. പിന്നെ ഇവനുണ്ടല്ലോ നമ്മുടെ സബ് വൂഫർ, ഇത് അത്യാവശ്യം നല്ല പൊടിയായിരുന്നു. വീഡിയോയുടെ ആദ്യമേ കണ്ടില്ലേ, ഭയങ്കര പൊടി പിടിച്ച് മറ്റേ ഇതിന്റെ സബ് വൂഫറിന്റെ കുഴിയൊക്കെ മറ്റേ വായിക്കത്ത്
മറ്റേ MDMA ഒക്കെ വാരി തേച്ചൊക്കെ എന്നെ കൂട്ടായിരുന്നു ഇരുന്നത് കാണാൻ വേണ്ടി. ഇപ്പം ആണ്ട് ഇതിനെ അടിപൊളിയായിട്ട് ഓണായി ഓണായി പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനെ നല്ലതായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതാ ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല മാറ്റ് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല എനിക്ക് ഇതിൻ്റെ കളറും ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഗ്രില്ലും സബ് വൂഫറിൻ്റെ ഇവിടെ ഗ്രില്ലും ഒക്കെ നല്ല. ഇതിൻ്റെ പ്രത്യേകത പിന്നെ 1000 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. 1000 വാട്ട്സിൻ്റെ ഫുൾ പവർ ഔട്ട്പുട്ട് ആണ് വരുന്നത്. പിന്നെ 5.1 ചാനലുണ്ട്. യൂഷ്വലി നമ്മൾ സാധാരണ യൂട്യൂബിനകത്തും അതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഉള്ള സൗണ്ട് പോലെ അല്ല. 5.1 ഇടുമ്പോഴാണ് ഇതിന്റെ പെർഫോമൻസ് വെളി വരുന്നത്. എൻ്റെ മോനെ അടിപൊളി തിയേറ്ററിക്കൽ സൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ച് ഭയങ്കര സെറ്റ്, ഭയങ്കര പക്ക അങ്ങനല്ല, എന്നാലും അങ്ങനെ പറയാൻ പറ്റുമോ? ഇതിന് പറ്റുന്ന പോലെ ഇതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ കൊച്ചു റൂമിൽ ഇപ്പം ഞങ്ങൾക്ക് ഇത് ഇത്രയും സൗണ്ട് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഇതിപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര വർത്താണ്. ഇപ്പോഴും നല്ല പെർഫോമൻസ് ആണ് വരുന്നത്. പിന്നെ ഒന്നും പറയണ്ടായി, ഇതിൻ്റെ അകത്ത് ഞങ്ങളിവിടെ ഇച്ചിരി പാറ്റശല്യം എലിശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പാറ്റയൊക്കെ കയറിപ്പോയായിരുന്നു. പാറ്റ പോയിട്ട് കുറച്ച് സീനാക്കി. ഇതിനകത്ത് പാറ്റയുടെ കുറച്ച് പണികളൊക്കെ ഒപ്പിച്ച് വെച്ചായിരുന്നു. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ സോണിയുടെ സർവീസ് സെന്റർ ഞങ്ങളുടെ അവിടെ അടുത്ത് തിരുവല്ലയിലാണ്. വേണമെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ വിളിച്ച് ഇവിടെ വരുത്താം. പിന്നെ സ്പീക്കറിന്റെ കാര്യമില്ല, വലിയ സർവീസ് അങ്ങനെ വേണമെന്നില്ലായിരിക്കും. ഇതുവരെയായിട്ട് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, നല്ല വർക്കിംഗ് ആണ്. പിന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇതിന്റെ റിമോട്ടിന് ഒരു പ്രശ്നം പറ്റി. റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഒരു സ്വിച്ചും വർക്ക് ചെയ്യുന്നില്ല. ബാറ്ററിയൊക്കെ മാറ്റി ഇട്ടിട്ട് ഇനി ഇത് ആമസോണിന് പുതിയൊരു റിമോട്ട് വാങ്ങിക്കണം. അതൊരു 500 അടുപ്പിച്ച് വരുന്നുണ്ട്. എന്നാലും റിമോട്ടിന്റെ ആവശ്യമില്ലെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് വെച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോണിൽ ബ്ലൂടൂത്തോട്ട് കണക്ട് ചെയ്തിട്ട് ഫോണിൽ തന്നെ നമുക്ക് സൗണ്ട് കൂട്ടിയും കുറെ സെറ്റിംഗ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട് ഇതിന്. അതിനകത്ത് നമ്മളിപ്പോൾ USB കുത്തിയിട്ട് പാട്ടിടുവാണെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിലെ USB കുത്തും, പെട്ടെന്ന് റീഡ് ആക്കും, പാട്ട് ഇങ്ങനെ ഓരോ പ്ലേ ചെയ്യും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പെട്ടെന്ന് കുത്തിയിട്ട് USB കുത്തിയിട്ട് അന്നേരം പാട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഫോണായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം, എന്നിട്ട് ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് HDMI ARC സപ്പോർട്ട് ഉണ്ട്. അത് നമ്മൾ ഇതിനായിട്ടും യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് സ്മാർട്ട് TVയോ അല്ലെങ്കിൽ ARC സപ്പോർട്ടുള്ള പ്രൊജക്ടറോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് 5.1 ഔട്ട് കൊടുക്കുന്ന വെച്ചാൽ ഞങ്ങളെ സ്ട്രീമിംഗ് ബോക്സ് ആയ MI ബോക്സ്, അതിൽ നിന്ന് ഒരു ഒപ്റ്റിക്കൽ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് 5.1 ഔട്ട് കിട്ടുന്നത്. അത് നെറ്റ്ഫ്ലിക്സിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ 5.1 മൂവീസ്, പിന്നെ യൂട്യൂബിനകത്ത് ചില 5.1 ഫയൽ വീഡിയോസ് കാണും. അങ്ങനെ അത് പ്ലേ ചെയ്ത് ഞങ്ങൾ കാണും. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ 5.1 സിസ്റ്റം ഉള്ള വീട്ടിൽ നിങ്ങൾ യൂട്യൂബിനകത്ത്, അതായത് ഇംഗ്ലീഷ് പടത്തിന്റെ 5.1 സൗണ്ട് ഔട്ടുള്ള ട്രെയിലറുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം. ഈ ഒരു ചാനലാണ്. ഈ ചാനലിനകത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക്, ഞാൻ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 5.1 വീഡിയോസ് കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഈ ഒരു ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറെ 5.1 വീഡിയോസും ഡോൾബിയുടെ കുറെ ടെസ്റ്റ് വീഡിയോസ് ഒക്കെ ഈ ചാനലുകാർ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഓഡിയോ ടെക്നോളജീസ് DTS, ഡോൾബി ഡിജിറ്റൽ, ഡോൾബി ഡുവൽ മോണോ, പിന്നെ DTS. ഈ 3 സൗണ്ട് ഫോർമാറ്റ് ടെക്നോളജീസ് ആണ് നമ്മുടെ ഈ സ്പീക്കറിനകത്ത് ഉള്ളത്. പിന്നെ നമ്മുടെ ചെറുകനുണ്ടല്ലോ സബ് വൂഫർ, ഇതിന്റെ ഫുൾ ഔട്ട് വരുന്നത് 240 വാട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നല്ലൊരു പവർ ഔട്ട്പുട്ട് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ചെറുകിന് തൊട്ടാൽ മതി ഓൺ ആവും. അതുകൊണ്ട് ഇവിടെ ബട്ടൺസ് ഉണ്ട്. ഇവിടെ ബട്ടൺസ് എല്ലാം ടച്ച് കൺട്രോൾ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ കൺട്രോൾ ആവുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ടച്ച് കണക്ടിവിറ്റിയാണ്. ടച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഞാൻ വിചാരിച്ച് ടച്ചൊക്കെ കുറച്ച് കഴിയുമ്പോൾ കംപ്ലൈന്റ് ആവുമോ എന്നൊക്കെ വിചാരിച്ചു പോയി. പക്ഷേ കംപ്ലൈന്റ് ഒന്നും ആയിട്ടില്ല. സോണിയല്ലേ, ബ്രാൻഡഡ് സാധനം കൊണ്ട് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ആവത്തില്ല. പിന്നെ ഇതിനകത്ത് 4 സൗണ്ട് മോഡ് വരുന്നുണ്ട്. അതായത് ഓട്ടോ സൗണ്ട്, സിനിമ, മ്യൂസിക്, സ്റ്റാൻഡേർഡ്. ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സിനിമയും എന്നിട്ട് മ്യൂസിക്കുമാണ്. ഓക്കെ, ഈ 2 എണ്ണമാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓട്ടോയിലിട്ട് നമ്മൾ ഏത് വീഡിയോ പ്ലേ ആവുന്നത് അതിനനുസരിച്ചുള്ള, ഏത് സൗണ്ട് പ്ലേ ചെയ്യുന്നത് അതിനനുസരിച്ച് ഔട്ട് വരും. പക്ഷേ നമ്മൾ മാനുവലി ആണ്. സിനിമ ആണെങ്കിൽ സിനിമ മോഡ് ഇടും, അല്ലെങ്കിൽ മ്യൂസിക് മോഡ് ഇടും. മ്യൂസിക് മോഡ് ഇടുമ്പോൾ നല്ലൊരു അടിപൊളി പോപ്പ്, നല്ലൊരു ബീറ്റിംഗ് സൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോഴും ഇതിനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച് ഇതിനെക്കുറിച്ച് റിവ്യൂ പറയുന്നതിലും ഉണ്ടല്ലോ. എന്നാലും ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 1.3 ആണ്. അപ്പോൾ കുറച്ച് പഴയ വെർഷനാണ്. അത് എന്നാലും കുഴപ്പമില്ല. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നല്ലതാണ്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലതായിട്ട് നമുക്ക് കിട്ടും. ഇനി സബ് വൂഫറിന്റെ വെയിറ്റ് ഒരു 9 കിലോ ആണ്. ഒരു 10 കിലോയുടെ ചാക്ക്, അതിൽ 1 കിലോ കുറയും. ഓക്കെ, 10 കിലോ ചാക്ക് പൊക്കുന്നതിന്റെ വെയിറ്റ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, എനിക്ക് തന്നെ ഇത് പൊക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മുടെ യമണ്ടൻ സ്പീക്കർ ഇരിപ്പുണ്ട്, അതായത് സബ് വൂഫർ. പിന്നെ ഇതിന്റെ തന്നെ മദർ ബോർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് ഇൻബിൽട്ട് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ഇതിന്. പിന്നെ കൂടെ ഇതിന്റെ ബോഡിയുടെ കൂടി വെയിറ്റ് കാണുന്നതിന്. പിന്നെ അല്ലാണ്ട് ഈ സ്പീക്കറിന്റെ വെയിറ്റ് ഒരു 4 കിലോ വരുന്നുണ്ട്, 3-4 കിലോ വരുന്നുണ്ട്. പിന്നെ സാധാ നമ്മുടെ സറൗണ്ട് സ്പീക്കറിന്റെ വെയിറ്റ് ഒരു 3 കിലോഗ്രാം വെയിറ്റ് ആണ് അതിന് വരുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ വാറന്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാറന്റി എല്ലാം കഴിഞ്ഞു, 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ 1 ഇയർ വാറന്റിയാണ് കമ്പനി ഇതിന് ഇപ്പോൾ ഇപ്പോഴും തരുന്നത്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലും ഓഫ്ലൈൻ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇത് വാങ്ങിക്കുമ്പോൾ വാറന്റി ഒക്കെ സൈൻ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക. നല്ല സർവീസ് ഒക്കെയാണ്. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ സോണിയുടെ സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിരിക്കുന്ന സ്പീക്കറുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സൗണ്ട് ബാറിനകത്ത് 1, 2, 3 സ്പീക്കറും 1, 2, 3 ട്യൂട്ടറും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ആണ് ഈ സൗണ്ട് ബാറിൽ നിന്ന് വരുന്നത്.
പിന്നെ നമ്മുടെ സബ് ബൂഫറിനകത്ത് 18 ഇഞ്ചിന്റെ സ്പീക്കറാണ് സബ് ബൂഫറായിട്ട് വരുന്നത്. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വലിയ എഫർട്ട് ഒന്നും വേണ്ട, വളരെ എഫർട്ട്ലെസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ സ്ക്രീനിന്റെ താഴെയായിട്ടാണ് ഈ സൗണ്ട് ബാർ വെച്ചിരിക്കുന്നത്. പിന്നെ പഴയ സെബ്രോണിക്സ് സ്പീക്കറിന്റെ ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ആ സ്റ്റാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡിനകത്തോട്ട് ഇവനെ എടുത്ത് വയ്ക്കും. പിന്നെ നമ്മുടെ സൗണ്ട് ബാർ സ്പീക്കറിന്റെ എന്ന് വെച്ചാൽ 21.6 സെന്റിമീറ്ററിന്റെ ഒരു സ്പീക്കറാണ് വരുന്നത്. പിന്നെ 65 mm ഡ്രൈവേഴ്സ് ആണ് സ്പീക്കറിനകത്ത് വരുന്നത്. അപ്പൊ ഈ കമ്പനിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരു ഇമ്മേഴ്സീവ് സിനിമാറ്റിക് അഡ്വഞ്ചർ സൗണ്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, കാണുമ്പോൾ തന്നെയല്ല ഞങ്ങളത് യൂസ് ചെയ്തതാണ്. ഇത്ര നാളായിട്ട് കുറെ സിനിമകൾ കണ്ടു, നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് വരുന്നത്. നമ്മളെന്ന് വെച്ചാൽ സൗണ്ട് ഏറ്റവും കൂട്ടിയിട്ട് കാണുന്നതിന്റെ മാത്രമല്ല പ്രാധാന്യം, ഇതിനകത്ത് ഇപ്പൊ സൗണ്ട് കുറച്ചിട്ടാലും കൂട്ടിയിട്ടാലും നല്ലതായിട്ട് സൗണ്ട്, നല്ലൊരു ക്വാളിറ്റി സൗണ്ട് വരണം, നല്ല വ്യക്തമായിരിക്കണം, നല്ല ക്ലിയർ ആയിരിക്കണം, അതാണ് മെയിൻ. ഇപ്പൊ ഇതിനകത്ത് നല്ല വലിയ സൗണ്ടിലല്ല കാര്യം വരുന്നത്. ഓക്കെ, പിന്നെ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സൗണ്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ പവർ കിട്ടും. നല്ലൊരു ഔട്ടാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതുവരെയായിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ കൂടുതൽ ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല, കാരണം ഇതിപ്പോ ഇച്ചിരി ഓൾഡ് മോഡലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇത്ര നാളായിട്ട് ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തു പോയ വീഡിയോ ആണ് ഇത്. ഓക്കെ, കുറച്ചും കൂടി ഇതിന്റെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ സ്പീക്കറിനെ കുറിച്ചൊന്നും നിങ്ങളെ ഒന്ന് അറിയിക്കണം, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെ ചെയ്ത വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ട് ഔട്ട് നല്ലൊരു ഹൈ പ്രഷർ സൗണ്ട് എഫക്റ്റ് ആണ്. സിനിമ കാണുകയാണെങ്കിൽ അതിനകത്തുള്ള ഡ്രാമാറ്റിക് സൗണ്ട് എഫക്റ്റും നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. നല്ല അത്യാവശ്യം നല്ല സറൗണ്ടിങ് സൗണ്ട് ആണെങ്കിലും ഇതിന്റെ ബാക്കിലുള്ള സ്പീക്കർ ചെറുക്കന്മാർ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നല്ല ബാക്കിൽ നിന്നാണ് കൂടുതൽ നല്ല സൗണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പീക്കറിനകത്ത് ഇപ്പോൾ പാട്ട് ഇടുവാണെങ്കിൽ നമ്മൾ കൈ എന്ന് വെച്ച് ഇങ്ങനെ കൈ അടുത്തോട്ട് പോകുമ്പോൾ നല്ല കാറ്റ് വരും ഇതിനകത്തുനിന്ന്, കാരണം അത്രയ്ക്ക് നല്ല സൗണ്ട് ഔട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെ നല്ലതായിട്ട് പറഞ്ഞു. പിന്നെ ഇതിന്റെ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സാധനം എന്ന് വെച്ചാൽ എപ്പോഴും നല്ലതുപോലെ ഇരിക്കത്തില്ലല്ലോ, പോരായ്മയുണ്ട്. പോരായ്മ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമേ ഇച്ചിരി സൗണ്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സൗണ്ട് കുറച്ചും കൂടി വന്നാൽ മതിയെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു പവർ ഒന്നും കൂടി വരണമെന്നും തോന്നിയിട്ടുണ്ട്. സോണിയുടെ പഴയ ഹോം തിയേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും എത്തിയിട്ടില്ല എന്നാലും. പിന്നെ ഇതൊരു സൗണ്ട് ബാർ ആയതുകൊണ്ട് ഇതിൻ്റെതായ ലിമിറ്റേഷനും കാര്യങ്ങൾ കാണും. ഒരു സെപ്പറേറ്റ് സ്പീക്കർ, സെപ്പറേറ്റ് ഹോം തിയേറ്റർ സിസ്റ്റം ഇങ്ങനെ സ്പീക്കർ ഇങ്ങനെ വെച്ച് അതിൻ്റെ AVR കണക്ട് ചെയ്ത് ആ ഒരു ഔട്ട് എന്തായാലും ഇതിന് കിട്ടത്തില്ല. ഓക്കെ, ഇതിൻ്റെ മാക്സിമം എത്തി ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു പഴയ മോഡൽ, ഒരു ക്ലാസിക് മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും നിങ്ങളൊക്കെ വേണ്ടി റിവ്യൂ ചെയ്യുന്നത്. കാരണം ഒരു പഴയ സാധനങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പവറും ഒരു സംഭവമൊക്കെ കാണും, അതുപോലെ ഇതുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇനി നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ പവർ എത്രത്തോളം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്പീക്കർ ഒന്നും കണക്ട് ആക്കിയിട്ടില്ല, ഞാൻ സ്പീക്കറൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്ക് പൊടി പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ പൊടിയൊക്കെ മാറ്റാൻ വേണ്ടി വെളിയിൽ കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കണക്ഷനൊക്കെ ഊരിയിട്ടൊക്കെ വേണം അതിന് കണക്ഷൻ എല്ലാം കുത്തിയിട്ട് പാട്ട് കേൾപ്പിച്ചു തരാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെടുത്ത് തിരിച്ച് നമ്മുടെ ഹോം തിയേറ്ററിന്റെ പൊസിഷനിൽ തന്നെ കൊണ്ടെല്ലാം വെക്കണം. ഇപ്പം എന്ന് വെച്ചാൽ ഇത് വേറെ പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ഞാനും അനിയനും കൂടി ഓണാക്കി നോക്കിയായിരുന്നു. ഓണാക്കി നോക്കിയപ്പോൾ എന്തോ ഒരു പോരായ്മ പോലെ തോന്നി. ബാസ് ഒക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ, സ്പീക്കർ ഇടിക്കുന്നതിന്റെ സൗണ്ട് ഉണ്ടല്ലോ കുർന്നൊക്കെ, അതുപോലെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സോണിയുടെ ആപ്പ് എടുത്തിട്ട് ഞങ്ങൾ മോഡ് മാറ്റിയപ്പോൾ ചെറുക്കൻ്റെ ഫുൾ ഔട്ടിങ് വന്ന്. ഓക്കെ, അവൻ ഞെട്ടിപ്പോയി ഗൈസ്. എൻ്റെ ഒരു രീതി പറയുമ്പോൾ നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ രീതി കേട്ടാൽ ഭയങ്കര വിഷമം വരും. പിന്നെ അത് ഫിക്സ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫീൽ വരും അകത്ത്, ഓണായി, സൗണ്ട് ഓൺ എന്നുള്ളൊരു സംഭവം വരും. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. സോ അപ്പോൾ സ്പീക്കർ ഒന്ന് ഓണാക്കി നമുക്ക് പാട്ടൊക്കെ ഇട്ടൊന്ന് ഓൺ ആവാം. ബാ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ചുവപ്പ്, വെള്ള, പച്ച. ഇത് ഓൺലി ഫോർ സൗണ്ട് ബാർ ഔട്ടാണ്. അപ്പോൾ സൗണ്ട് ബാറിന്റെ റൈറ്റ്, ലെഫ്റ്റ്, സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ സ്പീക്കറിന്റെ ലെഫ്റ്റും റൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒപ്റ്റിക്കൽ ഔട്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ HDMI RC ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തേ നോക്കിയിട്ടില്ല. ഇത് ഓക്സ് ഉണ്ട്, ഇത് നമ്മൾ ഇടയ്ക്ക് കണക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ആണ്. ഇപ്പോൾ ഇതാണ് ആപ്പ് വരുന്നത്, സോണി മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ലോഗിനോ സൈനിപ്പ് ഒന്നും ചെയ്യേണ്ട, ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡിവൈസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്പീക്കർ ഓൺ ചെയ്യട്ടെ. ഓണായിരുന്നു, ഓഫാക്കി. ഓൺ ചെയ്യട്ടെ. ഓൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത്. ഓക്കെ, ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാ വന്നിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ മോഡലും പിന്നെ സിസ്റ്റത്തിൻ്റെ ഫോട്ടോ അടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ആപ്പിനകത്താണ് സോണിയുടെ മറ്റേത് സ്പീക്കർ സിസ്റ്റവും കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ആപ്പിനകത്ത് നമുക്ക് സെറ്റിങ്സ് കയറിയിട്ട് സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മാനേജ് ചെയ്യാം, സെറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മ്യൂസിക് മോഡാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് വേറെ നൈറ്റ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ യാത്രയൊക്കെ ആകുമ്പോൾ നൈറ്റ് ഓൺ ചെയ്താൽ അത്രയും ഒരു പവർഫുൾ സൗണ്ട് കുറയും. കുറച്ച് നമുക്ക് നൈറ്റിൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സൗണ്ടാണ് വരുന്നത്. പിന്നെ വോയിസ് എന്ന് പറയുന്നത്, ഇത് കുറച്ചുകൂടെ സിനിമയെ കാണുമ്പോൾ വോയിസ് മോഡ് ഓൺ ആക്കിയ ആ ഡയലോഗുകൾ നല്ലതായിട്ട് കേൾക്കും. ഇപ്പോൾ സബ് വൂഫർ വോളിയം ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ഈ സബ് വൂഫറിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അപ്പം തന്നെ നല്ല സൗണ്ടായി റൂം മൊത്തം. ഓ
ഇതല്ല ഫുൾ സൗണ്ട്. ഓ നിൽക്കാൻ വയ്യ. ഗൈസ്, ഈ ഓപ്പോ ഫോണിനകത്തൊരു ഇത് സംഭവമുണ്ട്. 32 ലെവലിൽ തന്നെ വെക്കുമ്പോൾ ചെവിക്ക് കേടുന്നൊരു ഇത് പോപ്പപ്പ് വരും. അതുകൊണ്ടാണ് 32 കൂടുതൽ കൂട്ടാൻ പറ്റാഞ്ഞത്. ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു വോളിറ്റിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ മാക്സ് വരുന്നത് മൊത്തം 50 മാക്സ് വരുന്നത്. ഓക്കെ, മാക്സ് ഇട്ടാ ചെവി ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇടുന്നില്ല. കാരണം ഇപ്പോൾ ഇട്ടാക്കുന്ന ഈ മ്യൂസിക് അത്യാവശ്യം നല്ല ലൗഡ് മ്യൂസിക്കാണ്. ഓക്കെ, അല്ല ഒരു 32 ഇട്ട് തന്നെ പ്ലേ ചെയ്യട്ടെ. നൈസായിട്ടൊന്ന് കൂട്ടി നോക്കാം. ഞാൻ പറഞ്ഞില്ല, എത്രയും സൗണ്ട് നമ്മൾ കൂട്ടിയിട്ടാൽ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പുറത്ത് വീട്ടുകാരൊന്ന് നോക്കും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിലായും കൂടെ അത്ര സൗണ്ട് കൂട്ടിയിട്ടാൽ ഭയങ്കര ഇതാണ്. പക്ഷെ അത്രയും സൗണ്ട് കൂട്ടിയിട്ടാലേ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു സ്പീക്കർ ഔട്ട് നമുക്ക് ഒരു കരവരിപ്പ് പോലെ തോന്നത്തില്ല. പിന്നെ നമുക്ക് ചെവിക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നത്തില്ല. ചിലപ്പോൾ വെളിയിരിക്കുന്ന ആൾക്കാർക്ക് ഇതെന്തും ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും സൗണ്ട് കൂട്ടിയിട്ടെന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഡിസ്റ്റർബൻസ് തോന്നില്ല. രോമ എണീക്കുന്ന കേട്ടോ എൻ്റെ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ട് ഈ മ്യൂസിക്കൊക്കെ. ഓ ഇനി നമ്മുടെ ആക്ഷൻ ഡ്യൂഡിന്റെ മ്യൂസിക്കും ഇടാം. ദേ കിടക്കുന്നു നമ്മുടെ മ്യൂസിക്. ഓക്കെ, ഇടാം. ഓ അമീർ, ഇത് നമ്മുടെ ഷാറൂഖ് ഖാൻ അല്ലേ? ഷാറൂഖ് ഖാൻ ഇപ്പൊ ഇങ്ങനെയുള്ള ആഡ്സിലൊക്കെ ആണോ അവിടെ? ഓക്കെ, ആക്ഷൻ ഡ്യൂഡ്. ഇതിന്റെ മെയിൻ പോർഷൻ വരുന്നത് ഞാൻ ഡാൻസ് കളിക്കാം. ഓക്കെ, നമ്മുടെ പഴയ ലോഗോ ഇതിലാണ് ആ മ്യൂസിക് വരുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ അനങ്ങാതെ നടക്കുന്ന ചാനലിന്റെ ലോഗോ. ഗൈസ്, വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, ലിങ്ക് താഴെ കൊടുത്തേക്കാം ആമസോണിന്റെ. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ സൗണ്ട് എടുത്ത് നോക്കുക. അടിപൊളി സ്പീക്കറാണിത്. നീ ഇപ്പോഴും വീണ്ടും ഈ സ്പീക്കറോട് ഒന്നും ഇഷ്ടം വരുന്നു. അപ്പോൾ നല്ല സൗണ്ടാണ്. ഇപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഞാൻ കുറെ നാളെ ഇങ്ങനെ ഡാൻസ് കളിച്ചു, സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ള വീഡിയോ. എന്നിട്ട് യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേരെ. എന്നിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേരെ. ഓക്കെ, അപ്പോൾ ആറ്റിറ്റ്യൂഡ് വീണ്ടും വിൽ ബാക്ക്. ഓക്കെ, ന്യൂ വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഫോളോ മീ ഇൻസ്റ്റാഗ്രാം, യുവർ രാഹുൽ മനോജ് ആറ്റിറ്റ്യൂഡ്. സൈനിങ് ഓഫ്, ബൈ. വെളി നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും സൗണ്ടാണ് വെളിയിലോട്ട് വരുന്നത് കേട്ടാ. കേൾക്കുന്നുണ്ടോ? ഇത്രയും സൗണ്ടേ വെളിയിലോട്ട് പോകത്തുള്ളൂ. കൂട്ടിയിട്ടേക്കുക. അതോട്ട് നല്ല സൗണ്ടാണ്.